ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലും പ്രചാരണം നടത്തി. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന പരിവർത്തൻ ചിന്തൻ ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി സംസ്ഥാനത്ത് നാളെ മുതൽ വിതരണം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിൽ 7 പേരുമാണ് ജനവിധി തേടുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ആലപ്പുഴയിൽ 11 സ്ഥാനാർത്ഥികളും മാവേലിക്കരയിൽ 9 സ്ഥാനാർത്ഥികളുമാണ് അന്തിമ പട്ടികയിലുള്ളത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പേർ ജനവിധി തേടുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. എറണാകുളത്ത് 10 സ്ഥാനാർത്ഥികളും തൃശൂരിൽ 9 പേരും ചാലക്കുടി മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു. മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 വീതം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മലപ്പുറം മണ്ഡലത്തിലെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവസാന ഘട്ടത്തിൽ പത്രിക പിൻവലിച്ചിരുന്നു. പാലക്കാട് 10ഉം ആലത്തൂരിൽ 5ഉം സ്ഥാനാർത്ഥികൾ വീതമാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് ആലത്തൂരിലാണ്. കോഴിക്കോട് 13ഉം വടകരയിൽ 10ഉം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അന്തിമമായി 9 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. കണ്ണൂരിൽ 12 പേരും കാസർഗോഡ് മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളും അനുവദിച്ചു നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ എല്ലാ ആദിവാസി കുടുംബങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലും അദ്ദേഹം പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്തു. NDA സർക്കാരിന്റെ പ്രവർത്തന ഫലമായി രാജ്യത്ത് നക്സൽ തീവ്രവാദം കുറഞ്ഞതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ആദിവാസി മേഖലകളായ ഷാദോൽ, സിയോനി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചാരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഗ്നിവീർ പദ്ധതി പിൻവലിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ ഇരട്ടിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വികസനമാണ് NDA സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നാമക്കലിൽ NDA പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കാർഷിക അടിസ്ഥാന സൌകര്യ മേഖലകളിൽ വളർച്ച പ്രാപിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. മത്സര ചിത്രം വ്യക്തമായതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രചാരണ പരിപാടികൾ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വെമ്പായത്തും തിരുവനന്തപുരം മണ്ഡലത്തിലെ പേട്ടയിലുമാണ് നടന്നത്. ഇലക്ടറൽ ബോണ്ടിൽ BJPക്കെതിരെ അഴിമതി ആരോപണവുമായി ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ്. BJPക്ക് സംഭാവന നൽകിയ കമ്പനികൾക്ക് നികുതി ഇളവ് നൽകിയതായി ആരോപിച്ച അദ്ദേഹം ലാഭത്തേക്കാൾ കൂടുതൽ സംഭാവന നൽകിയ കമ്പനികളുണ്ടെന്നും പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടെ 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ 33 കമ്പനികൾ പോലും BJPക്ക് 450 കോടി രൂപ ഇലക്ടറൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയതായി അദ്ദേഹം ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞയാഴ്ചയാണ് സഞ്ജയ് സിംഗ് സുപ്രീം കോടതി ജാമ്യം നേടി പുറത്തുവന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങൾക്കായുള്ള നൂതന ആശയ രൂപീകരണം ലക്ഷ്യമിടുന്ന പരിവർത്തൻ ചിന്തൻ ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു.
സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. രാജ്യത്തെ സായുധ സേനാ വിഭാഗങ്ങൾക്കിടയിൽ സംയുക്ത പ്രവർത്തന രീതി രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. 3 സേനാ വിഭാഗങ്ങളുടെയും സൈനികകാര്യ വകുപ്പിന്റെയും മേധാവികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി നാളെ മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കും. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. റംസാനും വിഷുവും കണക്കിലെടുത്താണ് കുടിശ്ശിക വിതരണം ചെയ്യുന്നത്. ഇനി 4 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയവർക്കെല്ലാം തുക ലഭിക്കും. ഈദുൽ ഫിത്തർ സംബന്ധിച്ച ഏകോപിപ്പിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് ഇമാമുമാരുടെയും മഹല്ല ഭാരവാഹികളുടെയും പ്രത്യേക യോഗം നാളെ വൈകിട്ട് തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിൽ ചേരും. വൈകിട്ട് പാളയം ജുമാ മസ്ജിദിലും പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ചൈത്ര ശുക്ലാദി, ഉഗാദി, ഗുഡിപദവ, ചേതിചാന്ത്, നവ്രെ, സജിബു ചിറോബെ എന്നീ ഉത്സവങ്ങളോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വസന്തകാലത്തെയും ഇന്ത്യൻ പുതുവർഷത്തെയും വരവേൽക്കാനുള്ള അവസരങ്ങളാണ് ഈ ഉത്സവങ്ങളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഈ ഉത്സവങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇന്ന് നടക്കും. സൂര്യനെ പൂർണ്ണമായും ചന്ദ്രൻ മറയ്ക്കുന്ന അപൂർവ സൂര്യഗ്രഹണം ഇന്ത്യൻ സമയം രാത്രി 9:12 മുതൽ നാളെ രാവിലെ 2:22 വരെയാണ് നീണ്ടുനിൽക്കുക. വടക്കേ അമേരിക്കയിലെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ മേഖലകളിൽ ദൃശ്യമാകും. എന്നാൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ പ്രതിഭാസം ദൃശ്യമാകില്ല. സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം ഓൺലൈനിൽ കാണാൻ തിരുവനന്തപുരത്തെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗവും അനുദിനം കൂടി വരുന്നതായി KSEB. ഇന്നലെ വൈദ്യുതി ആവശ്യം 5419 മെഗാവാട്ടായി വർദ്ധിച്ചിരുന്നു. രാത്രി 10:47 വൈദ്യുതി ആവശ്യകത റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നത്. വിതരണ ലൈനിലെ ലോഡ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ഫ്യൂസ് ഉരുകി വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നതെന്നും KSEB അറിയിച്ചു. പരാതി അറിയിക്കാൻ KSEB ഓഫീസിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതായും ബോധപൂർവം ഒരു ഓഫീസിലും ഫോൺ എടുക്കാതിരിക്കുന്ന പ്രവണത ഇല്ല എന്നും KSEB അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ കൊൽക്കത്തയെ ബാറ്റിംഗിന് അയച്ചു. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. 3 മത്സരങ്ങളിൽ വിജയിച്ച് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് കൊൽക്കത്ത. 2 മത്സരങ്ങളിൽ വിജയം നേടിയിട്ടുള്ള ചെന്നൈ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. ISLൽ മുംബൈ സിറ്റി ഒഡീഷ FC പോരാട്ടം പുരോഗമിക്കുന്നു. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ മുംബൈ 1ാമതും ഒഡീഷ 3ാമതുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു. തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ സൈനികരെ ഇസ്രയേൽ പിൻവലിക്കുകയും വെടിനിർത്തൽ സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് സന്നദ്ധമാകുകയും ചെയ്തതിനെ തുടർന്നാണ് എണ്ണവിലയിൽ മാറ്റമുണ്ടായത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 494 പോയിന്റ് ഉയർന്ന് 74,742-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 153 പോയിന്റ് ഉയർന്ന് 22,666-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് റെക്കോർഡ് വർധന. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,565 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 52,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലും പ്രചാരണം നടത്തി. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന പരിവർത്തൻ ചിന്തൻ ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ 2 ഗഡു കൂടി സംസ്ഥാനത്ത് നാളെ മുതൽ വിതരണം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.